നിസ്വാർത്ഥമായി കോൺഗ്രസ് സംസ്കാരം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. കോർ കമ്മിറ്റി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ കുറിച്ച് വായി നോക്കികളാണെന്ന്. വായി നോക്കികൾ എന്ന് നമ്മളെ മലബാർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളയിൽ നോക്കിക്കളൂർ. അങ്ങനെ ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഹൈക്കമാൻഡിന് കമാൻഡിങ് പവർ ഒന്നുമില്ല. ഹൈക്കമാൻഡ് ലോ കമാൻഡായെന്ന് പണ്ടാരോ പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് ലോ കമാൻഡും അല്ല. അതായത് ഒരു സ്ട്രക്ചറിനകത്ത് ഒരു കേഡർഷിപ്പ് സ്വഭാവം ഇല്ലാത്ത ഒരു പാർട്ടിയുടെ എല്ലാ ദുർബലതകളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ ലിറ്ററലി ബെഗേഴ്സായിട്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം മാറുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത് അത് കോൺഗ്രസ് ചെയ്യുന്നതിന് തെറ്റില്ല എന്നുള്ള അഭിപ്രായം. പക്ഷേ അതേ കരുതി കിട്ടും വഴി കൂടി പോകണമൊക്കെ ഇതിക്കുന്ന വന്നു കഴിഞ്ഞാൽ ഒരൊക്കെ സീറ്റ് കൊടുക്കുക, ഇതിനകത്ത് പണിയെടുത്തവർക്ക് സീറ്റ് കൊടുക്കാതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ ഇത്രയധികം വേദികളിൽ സംസാരിച്ചിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇന്നില്ല യുവ നേതാക്കന്മാർക്കിടയിൽ. ഷഫീറിനെ പോലെ കലക്കാരനോടൊക്കെ ഇനി സീനിയർ നേതാവ് എന്നുള്ള രീതിയിൽ ഇരുന്ന് പണിയെടുക്കാൻ പറ. MMS സീറ്റില്ലല്ലോ. MMSനൊക്കെ പോലെ തന്നെ വർക്കലക്കാരനോട് കേന്ദ്രീകരിക്കാൻ പറ. വേറെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണ്ടേ? നമസ്കാരം. ഇപ്പൊ കോൺഗ്രസിൽ എൽദോസ് കുന്നപ്പള്ളിക്കും BRM ഷഫീറിനൊന്നും സീറ്റില്ലെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പം എൽദോസ് കുന്നപ്പള്ളിയൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് വളരെ സങ്കടത്തോടെയാണ് ഇതിനോട് പ്രതികരിച്ചത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, എൽദോയും പിന്നെ അതേപോലെ തന്നെ BRM ഷഫീറും രണ്ടുപേരും. എൽദോ അധികം ഡിബേറ്റുകളിലോ ബാക്കിയുള്ളതിലോ പോവുക അല്ലെങ്കിൽ അങ്ങനെ പ്രാസംഗികനോ അല്ല. പക്ഷേ എൽദോൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പത്രസമ്മേളനമായിട്ടല്ലെങ്കിലും മാധ്യമങ്ങൾ കൊടുത്ത ബൈറ്റിനകത്ത് അടിവരയിട്ട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 15,000-ഓളം വീടുകളിൽ ഞാൻ കയറി. എനിക്കറിയാം ഓണത്തിൻ്റെ സമയത്ത് മാവേലി യാത്ര എന്ന് പറഞ്ഞ് നടത്തി. ഇപ്പം എന്തോ ഗ്രാമയാത്ര അങ്ങനെ എന്തൊരു പേരിൽ നടത്തി. 15,000-ഓളം വീടുകൾ കയറി എന്ന് പറഞ്ഞാൽ 50,000-ഓളം പേരെ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. ഒരു വീട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ വീട്ടിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല ആ സമയത്ത്. എന്നാൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് 3 പേര് വെച്ച് കാണാൻ പറ്റിയാൽ തന്നെ 45,000 പേരെ കണ്ടു. അത്രയും വോട്ടേഴ്സായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് ഈ എൽദോ. BRM ഷഫീർ എന്ന് പറയുന്നത് BRM ഷഫീർ കരുണാകരൻ്റെ കണ്ടെത്തലാണ്. പക്ഷേ ഷഫീർ അടിത്തട്ടെന്ന് പ്രവർത്തിച്ച് വന്നത്. അത് മാത്രമല്ല, തൊണ്ടയിലെ വെള്ളം ഇരുന്ന് പറ്റിക്കുകയാണ്. വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് ഈ പിന്നെ ദീപ്തി മേരി വർഗീസിനാണ് ചാനൽ ചർച്ചയ്ക്ക് ആളുകളെ കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം ഉള്ളത് കോൺഗ്രസ് നിന്ന്. ദീപ്തി ചേച്ചി പിന്നെ അടുത്ത് ഓരോരുത്തരും അങ്ങോട്ട് പോയിട്ട് കയ്യും കാലും പിടിച്ചിട്ട് ഇന്നേം കൂടി ചർച്ചയ്ക്കൊന്ന് പറഞ്ഞേക്കണം, എനിക്കും വർത്താനം പറയാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ വിസിബിലിറ്റി കിട്ടും ചാനൽ ചർച്ചയിൽ. അങ്ങനെ കയ്യും കാലും പിടിച്ച് പോയിരുന്ന ആളുകൾ പോലും കോൺഗ്രസ് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ള അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഡിഫൻസിൽ നിൽക്കേണ്ട സമയത്തും ഇവർ ചാനൽ ചർച്ചയ്ക്ക് പോകില്ല. വിളിച്ച് ചാനൽ ചർച്ചയ്ക്ക് ഇന്ന് പിന്നെ ജയ്ഹിന്ദ് പോകണം, ഇന്ന് ജനം TV പോകണം, അല്ലെങ്കിൽ ഇന്ന് മനോരമയിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന് മാതൃഭൂമി പോകണം എന്ന് പറയുമ്പോൾ എനിക്കൊന്നെങ്കിലും ഇന്ന് സുഖമില്ല. ഇത് പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ അസയാം സഫറിങ് ഫ്രം ഫീവർ ആൻഡ് ഹെഡ് ഏക്ക്, ഐ ആം അൺഎബിൾ ടു കം ടു ദ ക്ലാസ് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തെഴുതണ മാതിരി ഞങ്ങൾക്കൊന്നും സുഖമില്ല. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അമ്മാവൻ്റെ മകൻ മരിച്ചു, അല്ലെങ്കിൽ അമ്മാവൻ മരിച്ചു. അങ്ങനെ അമ്മാവനെ ഉണ്ടാവില്ല, അമ്മാവൻ 10 കൊല്ലം മുമ്പേ മരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പച്ച എന്നുള്ള പറഞ്ഞിട്ട് ചാനൽ ചർച്ചയ്ക്ക് പോകാതിരുന്ന സമയത്തും BRM ഷഫീർ ഇവർ പറയുന്നത് കേട്ടിട്ട് ചാനൽ ചർച്ചയ്ക്ക് പോയിട്ട് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനാവുന്ന രീതിയിൽ ഇരുന്ന് വാദിക്കുകയാണ്. അങ്ങനെയാണ് ഈ BMW എന്നൊക്കെയുള്ള പേര് വരെ വന്നത്. ഈ എൽദോസ് കുന്നപ്പള്ളി ചാനൽ ചർച്ചയ്ക്കൊന്നും പോയിട്ടില്ലെങ്കിൽ ജനങ്ങളുമായി അടുത്തിട്ടുള്ള ബന്ധമുള്ള ഒരു സാധാരണക്കാരനെ പോലെ നിൽക്കുന്നതാണ്. ഈ 2 പേരും പിന്നെ പടപുരുതി പടവെട്ടി വന്ന ആളുകളാണ്. എൽദോ ആണെങ്കിലും BRM ഷഫീർ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. എൽദോ കുന്നപ്പള്ളി ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിച്ച് വിജയിച്ച് 32 വയസ്സിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ആളാണ്. പിന്നെ മാത്രമല്ല, ആളുകളുമായി പരിചയപ്പെടുന്നവരോട് ഇവർ വളരെ ഡൗൺ ടു എർത്താണ്. ഇവരുടെ മുമ്പിൽ ഈ നേതാവ് കളിക്കാനും ജാടടാനും ഒന്നും പോവില്ല. ഓരോരുത്തർ വളരെ ഡൗൺ ടു എർത്തായിട്ട് വളരെ എളിമയോടുകൂടി സാധാരണക്കാരെ പോലെ പെരുമാറുകയും ഒരാളെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഏത് കാലത്തും ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. BRM ഷഫീർ ആണെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. എൽദോയും ഒരുപാട് ബാല്യത്തിലും കൗമാരത്തിലും ഒരുപാട് പ്രയാസപ്പെട്ടൊക്കെ വന്നതാണ്. പിന്നെ കല്യാണത്തിനൊക്കെ രക്ഷണിക്കുന്നത് ഭാര്യ വീട്ടുകാർ കുറച്ച് ചുറ്റുപാടുള്ളതുകൊണ്ടാണ് എൽദോ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. എൽദോയെക്കുറിച്ച് ഇവർ പറയും ജാക്കോബായ സമുദായത്തിൽപ്പെട്ടതാണ്. ജാക്കോബായ സമുദായത്തിൽ നിന്ന് അനൂപ് ജാക്കബ് മുന്നണിയുടെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥി ആവുന്നുണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന്. പക്ഷേ എൽദോ ജാക്കോബായാണെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ് പോലെയുള്ള ഒരു സെക്യുലർ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ CPM-നകത്ത് ഇങ്ങനെ ജാതി മതം നോക്കിയിട്ടല്ല ആൾക്കാരെ ആക്കുന്നത്. കഴിഞ്ഞ മിനിസ്ട്രിക്കകത്ത് എത്ര നായന്മാരുണ്ടായിരുന്നു? UDF-ൻ്റെ മന്ത്രിസഭ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അനൂപ് ജേക്കബ് ഉണ്ടോ ഇല്ലെന്നല്ല. ഇപ്പോൾ ഓർത്തഡോക്സ് എന്നാണ് ചാണ്ടിബൊമ്മൻ എന്ന് ആരെയും പറഞ്ഞിട്ട് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി അല്ല. അഭിനവർക്ക് വരുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി അല്ല. അങ്ങനെയൊന്നും അല്ല. കാരണം എന്ന് വെച്ചാൽ അവരെ ഏബിൾ ആണെങ്കിൽ അവരെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഈ ചാവണ വരെ മന്ത്രിയാവണം, MLA ആവണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ ചാവണ വരെ അല്ല, ഇവർക്ക് ICUവിൽ കിടക്കുമ്പോൾ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പോലും ഇലക്ഷൻ കഴിയണ വരെ ഞങ്ങളെ അവിടുന്ന് മാറ്റരുത്, വെന്റിലേറ്ററിൽ കൃത്രിമ സംവിധാനങ്ങൾ വെച്ചിട്ട് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ച് കഴിഞ്ഞാലും ബോഡി കൊണ്ടുപോയി ഫ്യൂണറൽ ഫംഗ്ഷൻ നടത്തരുത്, ഇലക്ഷൻ കഴിഞ്ഞിട്ടേ നടത്താവൂ എന്ന് വേണമെങ്കിൽ ഇവർ എഴുതി വെക്കും, ബന്ധുക്കളെടുത്ത് പറയും. കാരണം ചത്താലും ഞങ്ങൾക്ക് MLA ആവണം അല്ലെങ്കിൽ പിന്നെ മന്ത്രി ആവണം
എന്നിട്ട് പോകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള മാതിരിയാണ് കുറേ പടുക്കിളവന്മാർ എന്ന് പറയുമ്പോൾ പ്രായമുള്ളവരോട് ബഹുമാനമില്ലാത്തതുകൊണ്ടല്ല. അവരുടെ നല്ല പ്രായത്തിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് പലതും കഴിഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്വന്തം ബാപ്പ ഉമ്മയാണെങ്കിൽ തന്നെ അവരും വീട്ടിലെ മക്കളെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളായ ചില ആൾക്കാർക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ, നമ്മളെ ചിന്ത മാത്രമാണ് ശരി, നമ്മൾ പറയുന്നത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള ധാരണയുണ്ട്. നമ്മളെക്കാൾ മിടുക്കരാണ് നമുക്ക് ശേഷം വരുന്നവരെന്നുള്ളത് ചിന്തിക്കണം. അടുത്ത ജനറേഷൻ നമ്മളെക്കാൾ കുറച്ചുകൂടി എനർജറ്റിക് ആവും, അവർക്ക് കുറച്ചും കൂടി അസസ്മെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, അവർക്ക് ഒരു റീഡിങ് ഉണ്ടാവും, അവർക്ക് സെൻസ് ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കണം. അല്ലാതെ ഞാൻ മാത്രം തികഞ്ഞവൻ ബാക്കിയുള്ളവനൊക്കെ വിഡ്ഢികൾ എന്നുള്ള രീതിയിൽ പറയരുത്. ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടി പിടിക്കാനും കുട പിടിക്കാനും അതായത് മഴയത്ത് ഇവർക്ക് കുട പിടിച്ചു പോകും. ഈ കുട പിടിക്കണോ മഴ കൊണ്ടിട്ടാണ് പോകുന്നത്. ഇത് കണ്ടിട്ടുണ്ട് പല നേതാക്കന്മാരൊപ്പം കുട പിടിച്ചു കൊടുക്കുക, ഒരു നനയരുത്, നമ്മൾ നനയാൻ റെഡിയാണ്, ഒരു വെയിലുള്ളരുത്, നമ്മൾ വെയിലുള്ളാൻ തയ്യാറാണ്. അങ്ങനെ പോകുന്ന കുറേ വാലാട്ടാനും ഇവർ പറയുമ്പോൾ കുരയ്ക്കാനും ഇവർ പറയുമ്പോൾ ചാടിക്കളിക്കാനും മാത്രം അറിയാവുന്ന കുറേ പട്ടികളെയാണ് ഇവർക്ക് സ്ഥാനാർത്ഥികളായിട്ട് വേണ്ടതെന്നുള്ളതാണ്. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ആദ്യം ഇവർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറായിട്ട് നിന്ന കുറേ ആളുകൾക്ക് ഈ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കണ മാതിരി ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഈ എല്ലുമൊന്നും ഒന്നും കിട്ടാനില്ല, ഇറച്ചിയൊന്നും കിട്ടാനില്ല, പക്ഷേ പട്ടി അതും കടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ കൊടുത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാർക്ക് ബിസ്ക്കറ്റ് കൊടുത്തു തുടങ്ങി. സീറ്റ് കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക. ഈ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പാലാട്ടിക്കൊണ്ടിരിക്കും, ഇവർക്ക് വേണ്ടി കുറച്ചുകൊണ്ടിരിക്കും. കടിക്കാൻ പറഞ്ഞാൽ വേറെ ആരെങ്കിലും എതിർ ഗ്രൂപ്പിൽപ്പെട്ടവനെ കടിക്കാനും പോകും. അങ്ങനെയുള്ള ആളുകളെയാണ് വേണ്ടത്. അല്ലാതെ നിസ്വാർത്ഥമായി കോൺഗ്രസ് സംസ്കാരം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അവർ അക്കോമഡേറ്റ് ചെയ്യണില്ല. അപ്പുറത്ത് ഇടതുപക്ഷം എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം. BJPയുടെ ലിസ്റ്റും 2020 ലിസ്റ്റും എങ്ങനെ വരുന്നത് എന്നുള്ളത് ആലോചിക്കണം. അവരുടെ പ്രവർത്തകർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പലരെയും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ PK കൃഷ്ണദാസിനൊക്കെ കേന്ദ്രത്തിൽ റെയിൽവേൻ്റെ ചുമതലയിലാക്കി. അപ്പോൾ കൃഷ്ണദാസ് പക്ഷേ ഇപ്രാവശ്യം നിയമസഭയ്ക്ക് മത്സരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോരുത്തരെയും ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. കുമ്മനത്തിനെ ഗവർണറാക്കി, PS ശ്രീധരൻപിള്ളയെ ഗവർണറാക്കി. അങ്ങനെയുള്ള ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട് BJP. CPM ആണെങ്കിലും CPMലേക്ക് കടന്നു ചെല്ലുന്ന കോൺഗ്രസ്സുകാരെ അവരെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്ത് കോർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കൂടിയിരിക്കണ്ടല്ലോ. എന്ത് കോർ കമ്മിറ്റി? ഇവർക്ക് ഈ സംവിധാനം കോർ കമ്മിറ്റിക്കകത്ത് ഈ കുറേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്, കുറേ സ്ഥാനാർത്ഥി മോഹികളുണ്ട്. ഇവരവിടെ ഇരുന്നിട്ട് കോർ കമ്മിറ്റി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ കുറിച്ച് വായി നോക്കികളാണെന്ന്. വായി നോക്കികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മലബാർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളയിൽ നോക്കിക്കളവർ, അങ്ങനെ അന്തം വിട്ട കുറേ ടീം. ഇപ്പോൾ വായി നോക്കികളല്ല, ഇപ്പം മേപ്പോട്ട് നോക്കിക്കുക. കാരണം ഇപ്പം മേപ്പിട്ടേക്ക് നോക്കിക്കാണ്ട് എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. അതായത് ഞാനും ഈയും അങ്ങനെ ഒരു 4-5 ഇപ്പം ആൾക്കാർ കോർ കമ്മിറ്റി 8 ആളുണ്ടെങ്കിൽ ഞാനൊരു സീറ്റിക്ക് ഒരാളെ പറയുന്നു, അടുത്ത ആൾ വേറെ ആളെ പറയുന്നു, അടുത്ത ആൾ വേറെ ആളെ പറയുന്നത് തീരുമാനമാവണില്ല. അവർക്ക് ആകെ തീരുമാനമുള്ളത് MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളത് തീരുമാനിക്കാന്നില്ല. കാരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു തീരുമാനത്തേക്ക് ഒരു പോയത് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിലൊന്നും ഈ അതിലേക്ക് പോയിട്ടില്ല. ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഹൈക്കമാൻഡിന് കമാൻഡിങ് പവറൊന്നുമില്ല. ഹൈക്കമാൻഡ് ലോ കമാൻഡായെന്ന് പണ്ടാരോ പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് ലോ കമാൻഡും അല്ല, ഹൈക്കമാൻഡ് ഹൈ ബെഗേഴ്സായി മാറിയിരിക്കുകയാണ്. അവർക്ക് കമാൻഡ് ചെയ്യാനുള്ള കഴിവില്ല. അവർ കമാൻഡ് ചെയ്താൽ കേൾക്കാൻ ഒരാളും തയ്യാറുമല്ല. സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ എനിക്കിപ്പോൾ സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞത്. പിന്നെ തോന്നിയപ്പോഴാണ് പോയത്. എന്നിട്ട് ഓരോ നിലപാടിൽ നിൽക്കുകയാണ്. അതായത് ഒരു സ്ട്രക്ചറിനകത്ത് ഒരു കേഡർഷിപ്പ് സ്വഭാവം ഇല്ലാത്ത ഒരു പാർട്ടിയുടെ എല്ലാ ദുർബലതകളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ ലിറ്ററലി ബെഗേഴ്സായിട്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം മാറുകയാണ്. ദേശീയ നേതൃത്വത്തിലുള്ളവർ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് നിങ്ങൾ ദ്രോഹിക്കരുത്, നിങ്ങൾ നിൽക്കരുത്, മറ്റേ ആളെ നിർത്താൻ സഹായിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്ന യാചകരായി മാറുകയാണ്. ആ യാചകരുടെ കണ്ണിലെ യാതനകൾ കണ്ട് മനസ്സലിയുന്നവരല്ല ഇപ്പുറത്ത് നിൽക്കുന്നത്. ഒരു കുറേ കാലങ്ങളായിട്ട് പണിയെടുക്കുന്നവരാണ്. അത് മനസ്സിലാക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, വരച്ച് വയറെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതും കൂടി പറയാൻ പറ്റില്ല. അതിന് മടിക്കാത്തവരാണ് ഇവർ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ഇത്ര വലിയ ആലോചന നടത്തേണ്ടിയിരുന്നില്ല. എനിക്ക് ഔട്ട്സോഴ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആരെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ്, ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളവർ. ജയസാധ്യത ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് 3ാം സ്ഥാനത്ത് പോകാതെ 2ാം സ്ഥാനത്ത് വരാൻ പറ്റുന്ന ആരാണ്, ആർക്കാണ് ടൈറ്റ് ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റുക, ആർക്കാണ് എതിർ സ്ഥാനാർത്ഥി ആയിട്ടുള്ള VIP-കളെ CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ പ്രധാനപ്പെട്ട ക്യാമ്പയിനേഴ്സിനെ ആ മണ്ഡലത്തിൽ തളച്ചിടാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ പൊളിറ്റിക്കൽ സെൻസോ റീഡിങ്ങും കൂടി ഇല്ലാതെ ഇതിൻ്റെ ഒപ്പം നിൽക്കണവരെ, ഞാൻ പറയുന്നത് കേൾക്കണവരെ മാത്രം അങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഓരോ നേതാക്കന്മാർ. ഞാൻ ആരെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തരും മത്സരിച്ച് ഈ വെട്ടലും പിടിക്കലും കൊണ്ടുവരലും ഒക്കെ നടത്തുന്നത്. ഒരാളുടെ യോഗ്യതയായി കാണേണ്ടത് അയാൾക്ക് നമ്മളോടുള്ള വിധേയത്വമാണ് വരുന്നത്. അതായത് ഇവർക്ക് അടിമകളെയാണ് വേണ്ടത്. ഇവർ തമ്പ്രാന്മാർ, ഇവർ പറയുന്നത് കേൾക്കുന്ന ആളുകളെ മാത്രം മതി എന്നുള്ളത്. അതല്ലാത്തവരുടെ യോഗ്യതകൾക്ക് നേരെ അവരുടെ അർഹതയും മാനിക്കാതിരിക്കുകയും അവരുടെ യോഗ്യതകൾ കണ്ടില്ലെന്ന് നടിക്കുകയും എന്നാൽ തങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, തങ്ങൾ പറഞ്ഞത് മാത്രം കേൾക്കുന്ന ആശ്രിതന്മാരെ പോലെ നിൽക്കുന്നവരുടെ
പിന്നെ അയോഗ്യതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ആ അയോഗ്യതകളെ യോഗ്യതയായും അധിക യോഗ്യതയായും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണുള്ളത്. തളിപ്പറമ്പിൽ ഇപ്പം അവർ ഇടതുപക്ഷത്തു നിന്ന് വരുന്ന ആൾക്കാരെ അംഗീകരിക്കുന്നതിന് അവർക്ക് സീറ്റിന് പിന്തുണ കൊടുക്കുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല. ജി സുധാകരന് സീറ്റിന് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരാണ് അവർ. ജി സുധാകരൻ പറഞ്ഞപ്പോൾ മൂന്നാം പിണറായി സർക്കാർ വരണമെന്നാണ്. അപ്പം മൂന്നാം പിണറായി സർക്കാർ വരാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ കോൺഗ്രസ് ജി സുധാകരന് പിന്തുണ കൊടുക്കണം എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം അപ്പോൾ ഒരു മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളതിന് സ്റ്റാമ്പ് ചെയ്യുകയാണ്, കയ്യൊപ്പിട്ട് കൊടുക്കുക ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തളിപ്പറമ്പിൽ ഗോവിന്ദനെ കൊണ്ടിരുന്നു പറഞ്ഞാൽ ഒക്കെ സർജിക്കൽ സ്ട്രൈക്കാണ്. ഇവർക്കൊരു സാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ CPM-നകത്തൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വരുമ്പോൾ അയാൾക്ക് പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് നിരുപാധിക പിന്തുണ കൊടുത്താൽ പോലും അതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതുണ്ടാക്കുന്ന ഏതൊക്കെ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും, അതിൻ്റെ പിന്നെ ഒരു ഫൈനൽ റിസൾട്ട് എന്താവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വലിയ ധാരണയുണ്ട്. കാരണം CPM പോലെയുള്ള പാർട്ടിയുടെ സ്ട്രക്ചറിനകത്താണ് കയറി കളിക്കുന്നത് എന്നുള്ളതാണ്. നാളെ വേറൊരാൾ കൂടി വിട്ടുവരാനുള്ള മാനസികമായ ധൈര്യം ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPM അത് ചെയ്യലുണ്ട്. PS പ്രശാന്ത് ചെന്നു, KP അനിൽകുമാർ ചെന്നു, ശോഭന ജോർജ് ചെന്നു, എല്ലാവരും അക്കോമഡേറ്റ് ചെയ്തു. KB തോമസ് ചെന്നു, അക്കോമഡേറ്റ് ചെയ്തു. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അവർ അത് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അതായത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത്. അത് കോൺഗ്രസ് ചെയ്യുന്നതിന് തെറ്റില്ല എന്നുള്ള അഭിപ്രായം. പക്ഷേ അതേ കരുതി കിട്ടുമ്പോൾ വഴി കൂടി പോകണമൊക്കെ ഇതിക്കുന്ന വന്നു കഴിഞ്ഞാൽ ഒരൊക്കെ സീറ്റ് കൊടുക്കുക, ഇതിനകത്ത് പണിയെടുത്തവർക്ക് സീറ്റ് കൊടുക്കാതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ എത്ര MLA-മാർ നാട്ടിൽ ഒരു വലിയൊരു വണ്ടി ഇടിച്ചാൽ 8-10 പേര് മരിച്ചെടുത്താണെങ്കിൽ ഉടനെ MLA-മാരും മന്ത്രിമാരും ഒക്കെ കൂടിയെത്തും. അതേസമയം ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ മരണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ബൈക്കുമ്പോൾ പോകുമ്പോൾ ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞാൽ ഈ MLA-മാരൊന്നും രാത്രി 12 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. എൽദോസ് കുന്നപ്പള്ളി ആശുപത്രിയിലെത്തും, മോർച്ചറിയിലെത്തും. ഇപ്പം രാത്രി പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാടുണ്ട്. ഇത് കൃത്യമായി ചെയ്യിപ്പിക്കും. അന്നത്തെ രാത്രി ഉറക്കൊഴിച്ചിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 2 യാത്രയിൽ 15,000-ഓളം വീട് കയറുക എന്ന് പറഞ്ഞാൽ ഏത് MLA കയറിയിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കേണ്ടത്. പിന്നെ ഈ ഷഫീർ പ്രൊഫഷൻ നോക്കാതെ ഒരു അഡ്വക്കേറ്റാണ്, അതിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ നല്ലൊരു അഡ്വക്കേറ്റ് ആവേണ്ട ആളാണ്. കാരണം ഷഫീറിന് നന്നായി സംസാരിക്കാൻ പറ്റുന്നതാണ്. വൈകാരികമായി ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും. അത് ഞാൻ സംസാരിച്ചാലും സംസാരിച്ചാലും ആര് സംസാരിച്ചാലും വരും. അത് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അത് കെ സുധാകരന് പറ്റും, BD സതീഷിന് പറ്റും, പിണറായി വിജയനും പറ്റും, പിന്നെ രാജീവ് ചന്ദ്രശേഖരനും പറ്റും, MP ഗോവിന്ദമാഷ്ക്കും പറ്റും, ഒക്കെ പറ്റും. ഇമോഷണലായിട്ട് നമ്മൾ വിഷയത്തെ സമീപിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാക്കുകൾ വിട്ടുപോകും, ചിലത് അസ്ഥാനത്തുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിച്ചു പോകും, ചിലപ്പോൾ ഞങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിപ്പോകും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ BRM ഷഫീർ കേരളത്തിൽ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ ഇത്രയധികം വേദികളിൽ സംസാരിച്ചിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇന്നില്ല യുവ നേതാക്കന്മാർക്കിടയിൽ ഷഫീറിനെ പോലെ. അത് പിന്നെ ബാക്കിയുള്ള പല നേതാക്കന്മാരെയും വെച്ച് നോക്കുമ്പോൾ അവർ ക്യാമ്പയിനറാണ്, അവർ ക്രൗഡ് പുള്ളറാണ്. ആ രീതിയിൽ പോയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും കുറച്ചൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം സന്ദീപ് വാര്യരെയും ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ BRM ഷഫീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BRM ഷഫീർ കേരളത്തിൽ പോകാത്തൊരു സ്ഥലം ഉണ്ടാവില്ല, പ്രസംഗിക്കാത്തൊരു സ്ഥലം ഉണ്ടാവില്ല. എവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ടാവും അവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടാവും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല സതീശൻ്റെ ഇപ്പം എന്തോ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, എന്താണ് എന്ത് പുതിയുഗാണെങ്കിലും ഇപ്പം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പറ്റാത്തൊരു യാത്ര നടത്തിയത്. അപ്പം ഈ യാത്ര 140 മണ്ഡലങ്ങളിൽ കൂടി പോയപ്പം എത്ര കേന്ദ്രങ്ങൾ, 100 കണക്കിന് കേന്ദ്രങ്ങളിൽ പൈലറ്റ് പ്രാസംഗികനായിരുന്നു BRM ഷഫീർ. അതായത് ജാഥ ക്യാപ്റ്റൻ വരുന്നത് വരെ അവിടെയുള്ള ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ, ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് BRM ഷഫീറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് BMW എന്നൊക്കെ വരെ CPM-മാർ ട്രോൾ ചെയ്യുകയും അങ്ങനത്തെ പേരുകൾ ഇടുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ, സമൂഹത്തെ എതിർ പാർട്ടിക്കാരാൽ അപമാനിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരെ പോയപ്പോഴും പ്രൊഫഷണലിൽ കേന്ദ്രീകരിച്ചാൽ മതി ഷഫീറിന്. ഷഫീർ പ്രൊഫഷണൽ പോലും വക്കീൽ എന്നുള്ള രീതിയിൽ തോന്നുന്ന മാതിരി പീസ് വാങ്ങിയും പൈസ ഉണ്ടെങ്കിൽ മാത്രം കേസെടുക്കുകയും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ പലപ്പോഴും എനിക്ക് നെടുമങ്ങാട് നിന്നും അവിടെ നിന്നൊക്കെയുള്ള പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറയണത് ഞാൻ അതേമാതിരി വിലക്കെടുക്കില്ല. കാരണം ഓരോ പാർട്ടിക്കാരോട് ചോദിച്ചാൽ ഒരു കുറ്റേ പറയുള്ളൂ, ഒരാളെക്കുറിച്ച് ചോദിച്ചാൽ നല്ലത് പറയില്ല, സ്വന്തം പാർട്ടിക്കാരെ കുറിച്ച്. പക്ഷേ ഞാൻ പലരോട് സംസാരിച്ചിട്ടുള്ളപ്പോഴും എതിർ പാർട്ടിക്കാരുൾപ്പെടെയുള്ളവർ, അവിടെ പിന്നെ അല്ലാത്ത ചില ആളുകൾ, എനിക്ക് എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് BRM ഷഫീർ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ കേസിൽ വന്നു കഴിഞ്ഞാൽ പൈസ ചോദിക്കില്ല, ഓരോ കേസ് ഫ്രീ ആയിട്ട് എടുത്തും. അങ്ങനെ ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം കൂടി ചെയ്യുന്നതാണ്. മാത്രമല്ല ഷഫീറിൻ്റെ ചില കോൺടാക്റ്റുകൾ വെച്ചിട്ട് അവിടുത്തെ ചില സ്കൂളുകളിൽ, അത് ഏത് മാനേജ്മെൻറ്റാണ്, ജാതി മതമൊക്കെ നോക്കാതെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഷഫീറിനൊക്കെ ഇപ്പം എനിക്ക് 10-40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഷഫീറിനൊക്കെ ഇനി എന്നാണ് ഇവർ കൊണ്ടുവരിക? 40-45 വയസ്സായിട്ടുണ്ടാവും. എന്നാ ഇവർ കൊണ്ടുവരിക? അവർ ചെയ്തിട്ടുണ്ട്. പാലലിനകത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തോപ്പിൽ രവിയുടെ മകൻ, പിന്നെ സൂരജ് രവി ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. VS ജോയിക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ അർഹത ഡിസേർവ്ഡ് ഇറ്റ്, അവർക്ക് സീറ്റ് കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർ ബാക്കിയുള്ള, ഇപ്പം BRM ഷഫീറിനെ കുറിച്ച് അവർ പറയുമ്പോൾ ഒരു പറയുന്ന വർത്താനം എന്താണെന്നറിയോ? വർക്കല കഹാറിനെ വർക്കലയിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. വർക്കല കഹാറിനോടൊക്കെ ഇനി സീനിയർ നേതാവ് എന്നുള്ള രീതിയിൽ ഇരുന്ന് പണിയെടുക്കാൻ പറ. MMS സീറ്റില്ലല്ലോ. MMS-നൊക്കെ പോലെ തന്നെ വർക്കല കഹാറിനോട് കേന്ദ്രീകരിക്കാൻ പറ. വേറെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണ്ടേ? വർക്കല കഹാറിനെയും പാലോട് രവിയിലൊക്കെ പുറകെയാണ് ഇനി പോകേണ്ടത്. തലസ്ഥാന നഗരിയിൽ നിന്ന് അവർ പറയുന്നതെന്ന് വെച്ചാൽ വർക്കല കഹാറിന് സീറ്റ് കൊടുക്കുന്നതുകൊണ്ട്
മുസ്ലിം സമുദായത്തിന് 2 ആൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. എന്ത് മുസ്ലിം സമുദായം ഇവർ മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നത്, കോൺഗ്രസ്സുകാരായിട്ടല്ലേ കാണുന്നത്? അങ്ങനെയുണ്ടല്ലോ, മുസ്ലിങ്ങളായിട്ടാണോ കാണുന്നത്? എം സ്വരാജിനെ CPM നായരായിട്ടല്ല കാണുന്നത്, KN ബാലഗോപാലിനെ നായരായിട്ടല്ല കാണുന്നത്, വീണ ജോർജിനെ ഓർത്തഡോക്സുകാരിയായിട്ടല്ല കാണുന്നത്. അവർ കാണുന്ന രീതിയിലെങ്കിലും വേണ്ട BJP പോലും കാണുന്ന രീതി ഇപ്പം എങ്ങനെയാണ്? BJP പറയുമ്പം ഒരു ഹൈന്ദവ പാർട്ടി എന്ന പേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓരോ പാനലെടുത്ത് നോക്കൂ, ഒരു പല ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതി നോക്കൂ. അബ്ദുള്ള കുട്ടീനെ പിടിച്ചിട്ട് ദേശീയ ഹജ്ജ് കമ്മിറ്റിൻ്റെ ചെയർമാനാണ് ആക്കിയിട്ടുള്ളത്, ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്. ആ രീതിയിൽ ഒരാളുകളെ അക്കോമഡേറ്റ് ചെയ്യുമ്പം ജോർജ് കുര്യനെ പിടിച്ച് മന്ത്രിയാക്കി, അതിനു മുമ്പ് അൽഫോൺസ് കണ്ണന്താനത്തിനെ മന്ത്രിയാക്കി, അതിനു മുമ്പ് PC തോമസിനെ മന്ത്രിയാക്കി. കേരളത്തിൽ നിന്ന് ഇതുവരെ മന്ത്രിമാരായതാരൊക്കെയാണ്? രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്നില്ല, കർണാടകയുടെ പ്രതിനിധിയാണ്. അവർക്ക് V മുരളീധരനും അങ്ങനെ 1-2 പേര്, ഒരു 5-6 പേര് മന്ത്രിമാരായപ്പം ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് മന്ത്രിമാരാക്കി. മുസ്ലിം സമുദായത്തിന് അതിന് പറ്റിയ ആൾക്കാർ അതിലേക്ക് ചെല്ലാത്തതുകൊണ്ടാണ്. ചെന്ന് കഴിഞ്ഞാൽ അവർ മന്ത്രിമാരാക്കും. അവർ MJ അക്ബറിനെ മന്ത്രിയാക്കിയതായിരുന്നു, പിന്നെ അദ്ദേഹം ഒരു വിവാദത്തിൽപ്പെട്ടിട്ടാണ് മാറേണ്ടി വന്നത്. ഷർമാസ് ഹുസൈനെ മന്ത്രിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ആൾ, മുക്താർ അബ്ബാസിനെ പിന്നെ മന്ത്രിയാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഗുലാം നബി ആസാദ് നാളെ BJP ശരിയാണെങ്കിൽ മന്ത്രിയല്ല, അതിന് കേന്ദ്രമന്ത്രിയല്ല, അതിനേക്കാൾ ഉയർന്ന പദവിയിൽ ഒരാക്കും. കാരണം അത് അങ്ങനെയുള്ള ആളുകൾ അവർക്ക് എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്നുള്ളത് അറിയാം. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് യാക്കോബായ, ഓർത്തഡോക്സ്, പിന്നെ പെന്തിക്കോസ്, നായർ, പിന്നെ നമ്പൂരി, ഈഴവ, പട്ടികവർഗം, മുജാഹിദ്, സുന്നി, ജമാഅത്ത് നോക്കിയാണ് മഷിയിട്ട് നോക്കിയിട്ടല്ല ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്. ആളുകളുടെ വ്യക്തിശുദ്ധി, അവരുടെ രാഷ്ട്രീയ ബോധം, അവർക്ക് കോൺഗ്രസ് പാർട്ടിയോട് വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള പണി, അവരുടെ ജനകീയത, അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രീതി, അവർ ഡെഡിക്കേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് നോക്കുക. അവരല്ലാതെ ഒരു വിനീത വിധേയരുടെ വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ആളുകൾക്ക് മാത്രം സീറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്ക്. പ്രയാസമുള്ളവന്, സാധാരണക്കാരന്, പിന്നെ ഇവർ പറയുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാൻ കയ്യിലില്ലാത്തവർ ഒരു പലതും പേയ്മെൻറ്റ് സീറ്റാണ്. ജില്ലാ പഞ്ചായത്തിക്കും പഞ്ചായത്തിക്കും വരെ പേയ്മെൻറ്റ് സീറ്റുകൾ ഉണ്ടായിരുന്ന സംവിധാനമാണ് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത്. UDF തന്നെ അവർ മുസ്ലിം ലീഗിനെ കണ്ടുപിടിക്കട്ടെ. മുസ്ലിം ലീഗ് എത്രയോ കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും വരേണ്ടിയിരുന്നവരാണ്. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ റിവ്യൂ നടത്തിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് ലിസ്റ്റിനെ കുറിച്ച് വരാൻ യോഗ്യരായ ആരെയൊക്കെ വെട്ടിക്കളഞ്ഞു എന്നുള്ളത് വേറെ സംസാരിക്കേണ്ടതാണ്. പക്ഷേ അവർ ഫാത്തിമ തൈയിലേക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ തൈയിലേക്ക് MSFലൂടെ കടന്നു വന്നിട്ടുള്ള നജ്മ തബ്ഷീറെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ വൈബ്രൻ്റായിട്ടും വളരെ അഗ്രസീവായിട്ടും പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള എന്നാൽ അഹങ്കാരമില്ലാത്ത പെൺകുട്ടികളാണ്. കാരണം നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും ഈ കോൺഗ്രസ് പോകുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് റോട്ടിൽ കിടന്ന് കരയുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, അവർക്ക് സീറ്റ് കൊടുക്കുന്നു, ഇവർക്ക് സീറ്റ് കൊടുക്കുന്നു, വഴി കൂടെ പോകുന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ BR ഷഫീർ എന്നൊരു ലീഡിങ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ആകുമായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുക. ഇത് പണ്ട് MA ജോണിനോട് ചെയ്തിട്ടുള്ള പണ്ടേണ്ടത്. MA ജോൺ നമ്മെ നയിക്കുമെന്ന് KSUവിൻ്റെ പിന്നെ രൂപീകരണ കാലഘട്ടത്തിൽ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്നിട്ട് നശിപ്പിച്ചവരാണ് ഇവർ. രണ്ടുപേരും ഒറ്റയ്ക്ക് വഴികെട്ടി വന്നവരാണ്. നിഷ്കളങ്കരാണ്, സത്യസന്ധരാണ്. ആ നിഷ്കളങ്കതയും സത്യസന്ധതയും ഒരു അയോഗ്യതയായിട്ട് കാണുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ ഇവരുള്ള കള്ളന്മാരെല്ലാം കൊണ്ടുവരട്ടെ എന്നേ, കൊള്ള സംഘമായിട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെ ഉള്ളൂ. ഇവർ ഗ്രൂപ്പ് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പം ഇവർ വായി നോക്കികളായിരുന്നു. ഇപ്പം തൊള്ളയിൽ നോട്ടം നിർത്തി, ഇപ്പം മേപ്പെട്ട് നോക്കിയിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഇത്രയും സമയമായിട്ട് പോലും ബാക്കിയുള്ളവരൊക്കെ ലിസ്റ്റ് ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും ഇവർക്ക് ലിസ്റ്റിൽ തീരുമാനമാവണില്ല. ഞങ്ങൾ അടുത്ത ദിവസം വിടും അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോഴും അവരെ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്ന സ്ഥിതിയിലേക്ക് എത്തും. എന്തായിരുന്നാലും അവർ BRM ഷഫീറിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും പോലെയുള്ള ജനകീയരായ അവരുടെ പാർട്ടിക്ക് വേണ്ടി മറ്റുള്ള പാർട്ടിക്കാരെ ചീത്ത കേട്ട, അവരാൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ അഭിമുഖീകരിച്ച, അങ്ങനെ വേണ്ടേ സ്വന്തം പ്രസ്ഥാനത്തിനോട് കൂറുള്ളവരെ, അതിനു വേണ്ടിയിട്ട് പിന്നെ ഒരു ജീവിതകാലം സമർപ്പിച്ചു വരുന്നവരെ അവരെ മാനിക്കുക എന്നുള്ളത് ഏത് പാർട്ടിയും ചെയ്യുന്നുണ്ട്. CPM അത് ചെയ്യുന്നുണ്ട്. CPM ഇപ്പം ഇവിടുത്തെ തളിപ്പറമ്പിൽ പോയ ആള് പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പോയതാണ്. അദ്ദേഹം പിന്നെ CPM വേണ്ടിയിട്ട് നന്നായി പണിയെടുത്താണ്. പുള്ളിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല പുള്ളി പോയത്. പുള്ളി ചില കാര്യങ്ങളിൽ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മുന്നോട്ട് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് വെച്ചിട്ടല്ല കോൺഗ്രസിനകത്തുനിന്ന് പല ആൾക്കാരും ബലവേശുന്നത്. എന്താ ഐഡിയോളജിയാണ് പലർക്കുള്ളത്? അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കാൻ തയ്യാറായിട്ട് വന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് NOC നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ചു സർക്കാരിൻ്റെ അടുത്ത് നിന്ന്. ഇതൊക്കെ എന്തിനാണ് ഞാൻ തന്നെ നിൽക്കണം എന്നുള്ളത്? എന്നാൽ പിന്നെ എന്തിനാണ് ഇത് 2026 സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2024 ലോക്സഭയ്ക്ക് മത്സരിക്കാതിരുന്നാൽ പോലെയായിരുന്നോ? അതിനുള്ളൊരു ബുദ്ധി മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു ഘട്ടത്തിൽ കാണിച്ചിരുന്നു. പക്ഷേ ആ സ്ഥാനത്തിനും ഇപ്പോൾ സീറ്റില്ല, പാവം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിട്ട്. അപ്പോൾ എന്തായിരുന്നാലും ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം ലോ കമാൻഡും അല്ല, ഞാൻ പറഞ്ഞല്ലോ ബെഗേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഹൈ ബെഗേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിനകത്തെ ജനകീയരായ ഏറ്റവും യോഗ്യതയുള്ള ആളുകളെ
അവരെ വെട്ടുമ്പം അവരുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രത്തിലെ എനിക്കും അനക്കൊക്കെ ഓർമ്മയുള്ള അനേക്കാളും എനിക്ക് പ്രായം കൂടുതലുണ്ട് എനിക്ക് ഓർമ്മയുള്ള കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 10-15 വയസ്സിൽ പൊളിറ്റിക്സിൽ വന്നത് 10 പൊളിറ്റിക്സിനെ നിരീക്ഷിച്ചു തുടങ്ങിയതാണ്. കാരണം +2 പഠനകാലത്തിൽ അതിനു മുമ്പും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും SFI ഇല്ലെങ്കിൽ തന്നെയും രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓർമ്മയിലുള്ള ഒരു 3 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിയോടും BR ഷഫീറിനോടൊക്കെ അവർ ചെയ്യേണ്ടത് അവരെ വിളിച്ചിട്ട് കൊന്നുകളയാണ് വേണ്ടത്. ദയാവധം നടത്തണം, കൊല്ലാതെ കൊല്ലരുത്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിന് തുല്യമാണ്. അവരൊക്കെ ഇത്രയും കാലം ചെയ്തിട്ടുള്ള എടുത്ത പണിക്ക് തിരിച്ചൊരു പ്രതിഫലം കൊടുക്കുകയും ഒരു അംഗീകാരം നൽകുകയും ചെയ്യാൻ ആ പാർട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ പാർട്ടി പിന്നെ ആരോട് നീതി പുലർത്തും എന്നൊരു ചോദ്യം തന്നെയാണ്, അതൊരു മഹാചോദ്യമാണ്. ആ ചോദ്യം തന്നെയാണ് നമുക്ക് ഉയർത്താനുള്ളത്.